ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഏകീത ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് CM ആയിരുന്ന വിജയ്, അതായത് നമ്മുടെ പഴയ തളപതി വിജയുടെ അവസാനത്തെ സിനിമയായ ജനനായകൻ എന്ന സിനിമയാണ്. ഞാൻ ഒരു 6 മണിക്കത്തെ ഷോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കവിത തിയേറ്ററിലേക്ക് നേരെ വിടാം. ഫൈനലി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ജനനായകൻ. അപ്പോൾ സിനിമ ഉണ്ടായതിന് വീട്ടിലെത്തിയിരിക്കണം. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ എനിക്ക് 2 രീതിയിൽ അഭിപ്രായം പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. താങ്ക് യു തളപതി ആൻഡ് സാർ, വിജയ് സാർ, ആൻഡ് വി മിസ് യു. ഈ 34 വർഷം നിങ്ങൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരുപാട് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചതും ഞങ്ങൾക്ക് ഇൻസ്പയർ ആയി തന്നതും അതുപോലെ ഇമോഷണൽ ആക്കിയതും എല്ലാത്തിനും ഹാർട്ട്ഫുൾ താങ്ക്സ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ 2 തരം രീതിയുണ്ട്. ഒന്ന്, ഇതെന്തായാലും ഫാൻസിന് ഡെഫിനറ്റ് ആയിട്ട് പോയി കാണാം. യാതൊരു വലിയ പ്രതീക്ഷ കൊടുക്കാണ്ട് പോയി കാണാൻ പറ്റുന്ന, എന്നാൽ ഒരു വലിയ കഥയും വലിയ സ്റ്റോറി എന്നല്ല, നല്ലൊരു കണ്ടന്റ് ഉണ്ട്. എല്ലാവരും സ്ഥിരം കണ്ടിട്ടുള്ള പ്ലോട്ട് ആ ഒരു ലെവലിൽ രീതി എടുത്ത് വെച്ച ഒരു ഡീസൻറ്റ് ഫ്ലിക്ക് മൂവി എന്ന് ഞാൻ എടുത്ത് പറയാം. ഈ സിനിമ ജനനായകൻ എന്ന സിനിമ. ഇത് ആക്ച്വലി ഈ സിനിമയുടെ കുറച്ച് മാസം മുമ്പ് ഇതിൻ്റെ പ്രിൻ്റൊക്കെ ലീക്കായപ്പോൾ അപ്പോൾ അത് കണ്ട ചിലരുടെ റെസ്പോൺസൊക്കെ ഞാൻ കേട്ടെടുത്തോളം മാത്രം മോശം അങ്ങനെയൊക്കെയാണ് അവിടെ പലരിടത്തും കേട്ടിരുന്നത്. പക്ഷേ സിനിമ കാണുമ്പോഴും എനിക്ക് അങ്ങനെ ഞാനൊരു പക്ഷെ ഒട്ടും ലെവൽ എക്സ്പെക്ടേഷൻ കൊടുക്കാണ്ട് കയറിയതാണ്. എന്നിട്ടും സിനിമ എനിക്കൊരു കേട്ട റിവ്യൂസ് അന്ന് കേട്ട റിവ്യൂസിൻ്റെ അത്ര മോശമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു വൺ ടൈം വാച്ച് ഫ്ലിക്കായിട്ട് എനിക്ക് തോന്നി ഈ സിനിമ. എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഫാൻസിന് ഒരു തവണയെങ്കിലും എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ് ജനനായകൻ എന്ന സിനിമ. കാരണം ഇതിലെല്ലാം ഉണ്ട്. അതുപോലെ ആക്ഷനുണ്ട്, പിന്നെ മാസ് എലമെൻസ് ഉണ്ട്, അതുപോലെ ഇമോഷൻസ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്സും ഉണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കണ്ടന്റായിട്ടാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. സംഭവം നമ്മൾ കണ്ടുമടുത്തൊരു പ്ലോട്ടൊക്കെ തന്നെയാണെങ്കിലും അത് മോശമല്ലാത്ത രീതിയിൽ മേക്കിങ്ങിലൂടെ ടെക്നിക് സൈഡിലൂടെ വിനോദൻ ഡയറക്ടറിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഭഗവന്ത് കേസരിയുടെ എന്ന സിനിമയുടെ റീമേക്കാണ്. എന്നാൽ ഫുള്ളി റീമേക്കല്ല. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ പലയിടത്തും ഭഗവന്ത് കേസരിയുടെ നല്ലൊരു കണക്ഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫ് വളരെ കുറവ് കണക്ഷനേ അത് തോന്നിച്ചിട്ടുള്ളൂ. കൂടുതലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിജയണ്ണൻ്റെ പഴയ സിനിമകളുടെ കുറേ റെഫറൻസും അതുപോലെ മാസും അതുപോലെ മാഷപ്പ് വീഡിയോ ലൈക്ക് കുറേ പാട്ടൊക്കെ മിക്സ് ചെയ്ത് അനിരുദ്ധിൻ്റെ പഴയ പടത്തിൻ്റെയും അതുപോലെ ഇപ്പോഴത്തെ പുതിയ സിനിമയുടെ ഒക്കെ കുറേ മ്യൂസിക്കൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഫാൻസിന് വേണ്ടി ഒരുക്കി വെച്ച രീതിയിലൊരു ടൈപ്പ് പടമായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ആസ് എ വിജയ് ഫാനായ എനിക്ക് അത്യാവശ്യം വർക്കായി ഈ സിനിമ. അതുപോലെ തിയേറ്ററിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റി. എന്നാൽ വലിയൊരു ഗംഭീര അനുഭവം എനിക്ക് തന്നില്ല. എന്നാലും ഒരു തിയേറ്ററിൽ മോശമല്ലാതെ തിയേറ്ററിൽ വളരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഓക്കേഷ് മൂവിയുടെ എനിക്ക് സിനിമ തോന്നിയത്. ഒരു ഓക്കെ പടം. എനിക്കിത് കണ്ടിരിക്കാൻ തോന്നി. തിയേറ്ററിൽ എന്തായാലും കണ്ടിരിക്കാൻ പറ്റും. വിജയണ്ണൻ്റെ അവസാനത്തെ പടം എന്നില്ല, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട പടമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്കാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ കാണുമെങ്കിൽ
കഴിയാൻ നിങ്ങൾ തനിച്ച് പോയി കാണാം. ഒരിക്കലും കുട്ടികളായിട്ടോ ഫാമിലിയായിട്ടോ പോയി കാണരുത്. കാരണം A സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ് ഇത്. നല്ല വയലൻസ് ഒക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള വയലൻസ് ഒക്കെ വിതറിയിട്ടുണ്ട്. കുട്ടികളെ പോലും എസ്പെഷ്യലി കിഡ്സിനെ പോലും കുഞ്ഞുങ്ങളെ പോലും കാണിക്കരുത് ഈ സിനിമ. കഴിയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ തനിച്ചല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും ആയിട്ട് പോയി കണ്ടോ. ഡോണ്ട് ഗോ വിത്ത് ഫാമിലി. അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനത്തെ ഒരു പിന്നെ കുറേ ഫാൻസിന് വേണ്ടി ഒരുക്കി വെച്ച രീതിയിൽ ഒരുപാട് എന്തൊക്കെ വിനോദം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പണി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവന്ത് കേസരിയായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലും അത്യാവശ്യം അത് മോശമല്ലാത്ത രീതിയിൽ നല്ല എടുത്ത് നല്ലൊരു ഫസ്റ്റ് ഹാഫായിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് താഴേക്ക് പോയാൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ചിലയിടത്ത് എനിക്ക് നല്ല ലാഗ് അനുഭവപ്പെട്ടു. ഒരു കുറേ ഇത് ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ ഒരു പൊളിറ്റിക്സ് ഓറിയൻറ്റഡ് സംഭവമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഈ റെട്രോ എന്ന സിനിമ ഉണ്ട് സൂര്യയുടെ. അതിൽ സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ പൊളിറ്റിക്സ് അത് തന്നെയാണ് ഇവിടെയും സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാലത് അധികം അങ്ങോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് ഒരു പക്ഷേ സിനിമയ്ക്ക് ഒരു മോശമല്ലാത്തൊരു ബെറ്റർ വാച്ചായിട്ട് ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ. എന്നാലും സിനിമയുടെ ഡ്യൂറേഷൻ അല്പം കൂടി കുറയ്ക്കാമായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. അതൊക്കെയുള്ളൂ. സ്ക്രിപ്റ്റ് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റും അതുപോലെ ഡ്യൂറേഷനും ഇതൊക്കെയാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ. അല്ലാതെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സിനിമയിൽ തളപതിപ്പിച്ച് തന്നെ നിങ്ങളുടെ അവസാന നിങ്ങളുടെ ലാസ്റ്റ് പടത്തിൽ നിങ്ങളുടെ സ്വാഗും ആ പെർഫോമൻസ് ഒരുപോലെ കലക്കിയിട്ടുണ്ട്. പിന്നെ കൂടാതെ മമിത ബൈജു, ബോബി ഡിയോളും അവരുടെ റോള് അത്യാവശ്യം മോശമല്ലാതെ നന്നായിട്ട് കൈകാര്യം ചെയ്തു വിജയുടെ. ബട്ട് വിജയ് വേറെ ലെവല് സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ സ്വാഗ് അത് ഒരേ ലെവല് പണി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ മറ്റ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ച മറ്റ് ക്യാരക്ടേഴ്സൊക്കെ എല്ലാവരും അവരവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോശമാക്കാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് ഈ സിനിമ ഒരു തിയേറ്ററിൽ തന്നെ എന്നാൽ ഫാൻസിന് വേണ്ടി ഒരു വട്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റാം, എന്നാൽ യാതൊരു വലിയ എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ പോയി കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം. അപ്പം അത്രേ ഉള്ളൂ. ജനനായകന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. പിന്നെ ഒരു കാര്യം പോസിറ്റീവ് ആയിട്ട് പറയാൻ പറ്റും, ഒരു കാര്യമുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ബീജിയും എൻ്റെ പൊന്നോ അത് മറ്റൊരു പോസിറ്റീവായിരുന്നു. ഇതിൽ ഇൻ്റർവൽ ബ്ലോക്കും അതുപോലെ സെക്കൻഡ് ഹാഫിലൊരു സീനുണ്ട്. എൻ്റെ പൊന്നോ കിഡിലം മ്യൂസിക്കൊക്കെ വേറെ ലെവലൊക്കെ ഇതിനെ പണി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അനിരുദ്ധ് വിജയണ്ണന് വേണ്ടി ഒരുക്കി വെച്ചതിൽ ഒരു കിഡിലം വർക്ക് തന്നെയാണ് ഈ സിനിമ. കിഡിലം മ്യൂസിക് വർക്കാണ് ഈ സിനിമയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് തിയേറ്റർ വാച്ചിൽ നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ജനനായകൻ എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 അപ്പോൾ ഈ സിനിമ നിങ്ങൾ ആരും കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയ അപ്പോൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അപ്പോൾ ഈ സിനിമയുടെ വീഡിയോ അവസാനിപ്പിക്കുന്ന വേറൊരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തികച്ച വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്ക് സിനിമ അത്ര മോശമായിട്ടൊന്നും ഒരു അനുഭവം തന്നില്ല. ഒരു ഡീസൻറ്റ് ആൻഡ് വാച്ചബിൾ ഫ്ലിക്ക്, അതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നിയ കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാണ്ടിരിക്കും. ദാറ്റ്സ് യുവർ ചോയ്സ്, അല്ല ദാറ്റ്സ് യുവർ ഒപ്പീനിയൻ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതായിരിക്കും